പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അമ്മയിലൂടെ പരിശുദ്ധാത്മാവിലേക്ക് വളരാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ലൗദെ ബെർണാദ് മരിയ ഭക്തിയിലൂടെ അദ്ദേഹത്തിന് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ചു. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയാണ് അദ്ദേഹം സൗഖ്യം പ്രാപിച്ചത്. അത് വളരെയധികം അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബെർണാർഡ് ആണ് ഈ പ്രാർത്ഥന രചിച്ചത് എന്ന് ഒരു പഠനം രൂപപ്പെടാൻ ഇടയായി. ഈ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ പല സൗഖ്യങ്ങളും സിദ്ധികളും ലഭിച്ചവർ ധാരാളം ലോകത്തിലുണ്ട്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയോട് ഈ ഗാനത്തിലൂടെ ആവർത്തിച്ച് നമുക്ക് പാടി സൗഖ്യവും സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ മക്കളായി ഞങ്ങളെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ചേർത്ത് പിടിക്കണമേ. കന്യാമാതാവേ
വചനസാക്ഷികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കരുത്തും ഊർജവും നൽകാൻ പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള യഥാർത്ഥമായ അറിവ് യേശുക്രിസ്തുവിലേക്കും സഭാ ശുശ്രൂഷകളിലേക്കും നമ്മെ ആഴത്തിൽ മുഴുകാൻ സഹായകമാകും. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ മഹത്വവും ശക്തിയും തിരിച്ചറിയുന്ന തിന്മയുടെ ശക്തി ഈ ലോകത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പരിശുദ്ധ കുർബാനയെയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെയുമാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധ കുർബാന ജീവിച്ച് ജീവിതത്തിൽ ആഘോഷിച്ചവളാണ്. അവളുടെ ഹൃദയം ബലിപീഠമായി തീർന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ശക്തി തിന്മയുടെ കോട്ടകളെ തകർക്കുന്നതിന് മുഖാന്തരമായി തീരുന്നുണ്ട്. സാത്താനാരാധന ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്നതിനുള്ള പ്രത്യേകമായ നിയോഗം സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്കാവശ്യമാണ്. അധാർമികതയും അശുദ്ധിയും പ്രായഭേദമന്യേ നമ്മുടെ തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജന്മപാപത്തിൽ നിന്ന് പോലും വിടുതൽ നേടിയ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വ്യക്തികൾക്കാവശ്യമാണ്, കുടുംബങ്ങൾക്കാവശ്യമാണ്, പ്രത്യേകിച്ചും സമർപ്പിതർക്ക് ആവശ്യമാണ്. ദൈവിക വെളിപാടിനോടും പ്രകൃതി നിയമങ്ങളോടും
നിഷേധാത്മകമായ നിലപാട് പുലർത്തുന്ന, നിസ്സംഗതയോടെ അവയെ സമീപിക്കുന്ന, അവയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അബദ്ധ പഠനങ്ങൾ നൽകുന്ന പ്രബോധനങ്ങൾ വളർന്നു വരുമ്പോൾ ഭാഷണ്ഡതകളെ കീഴടക്കിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള യഥാർത്ഥമായ അറിവ് അമ്മയെ സ്നേഹിക്കുന്നതിനും അമ്മയിലൂടെ യേശുക്രിസ്തുവിലേക്ക് കടന്നു ചെല്ലുന്നതിനും തടസ്സമായി തീരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാവേശത്തിൽ നാം മനസ്സിലാക്കുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യേണ്ട ഒന്നല്ല പരിശുദ്ധ അമ്മയുടെ മാതൃത്വമായാലും, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയായാലും, പരിശുദ്ധ അമ്മയുടെ ചരിത്രത്തിലുള്ള ഇടപെടലുകളായാലും. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പഴയ നിയമ പ്രതീകങ്ങളുടെ പശ്ചാത്തലത്തിൽ, പുതിയ നിയമത്തിൽ നാം കണ്ടെത്തുന്ന പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള സ്വർഗീയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മയെ നാം പഠിക്കണം. പരിശുദ്ധ അമ്മ ധ്യാന വിഷയമാക്കണം. അതോടൊപ്പം തന്നെ സഭാ പഠനങ്ങൾ എത്രമാത്രം സഭാ പഠനങ്ങൾ പരിശുദ്ധ അമ്മയെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. ആ സഭാ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം പരിശുദ്ധ അമ്മയെ നാം ഗ്രഹിക്കാനും ഈ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ആവിഷ്കരിക്കാനും. അതോടൊപ്പം വിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ആദിമ നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന വിശുദ്ധ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൻ്റെ പിൻബലവും നമ്മുടെ നിലപാടുകൾക്ക് അനിവാര്യമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കണം. പരിശുദ്ധ അമ്മ ബഹുമാനിക്കപ്പെടുന്നതിലൂടെ ദൈവപുത്രൻ വേണ്ടവിധം അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയോട് നാം പുലർത്തുന്നത് ആരാധനയല്ല. ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പലപ്പോഴും അബദ്ധ പഠനങ്ങളിലൂടെ നിഷ്കളങ്കരായ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് പരിശുദ്ധ അമ്മയെ ആരാധനാപാത്രമായി അവതരിപ്പിക്കുന്നു എന്ന് പഠിപ്പിച്ചുകൊണ്ടും ഒരുപക്ഷെ തെറ്റായി പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള പഠനങ്ങൾ നൽകിക്കൊണ്ടുമാണ്. പരിശുദ്ധ അമ്മ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വം സ്വർഗം നൽകിയിട്ടുള്ള സൃഷ്ടി തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം. ആരാധന അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ യഥാർത്ഥമായ ദൈവ ആരാധനയിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ അമ്മയുടെ സഹായവും പരിശുദ്ധ അമ്മയുടെ മാതൃകയും സഹായകമാകും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തിമഹത്വത്തിന് അർഹമായ അംഗീകാരം നൽകുക അത് സ്വാഭാവികമായ ഒന്നാണ്. ആരാധന സൃഷ്ടാവിന് മാത്രമാണ്. പക്ഷേ വിശുദ്ധർ വണക്കത്തിന് അർഹരാണ്, ബഹുമാനത്തിന് അർഹരാണ്. അവരുടെ വീരോചിതമായ പുണ്യങ്ങൾ യാന്ത്രികമായി അവരാർജിച്ചതല്ല, മറിച്ച് അവരുടെ കഠിനാധ്വാനത്തിലൂടെ ആത്മസമർപ്പണത്തിലൂടെ നിരന്തരമായ പോരാട്ടത്തിലൂടെ ആർജിച്ചതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം.
അതാണ് അവരുടെ മഹത്വത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് വിശുദ്ധ അക്വീനാസ് പറയുന്നുണ്ട്. വിശുദ്ധരെ മണങ്ങുന്നത് വഴി അന്തിമമായി ദൈവത്തിനാണ് മഹത്വം നാം നൽകുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ പ്രത്യേകമായ വണക്കത്തിന് അർഹതയുണ്ട് എന്ന്, ഉന്നതമായ വണക്കത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് അർഹതയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്വർഗം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, സ്വർഗം അംഗീകരിച്ചിട്ടുള്ളതാണ്, മാലാഖ ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വചനം, ദൈവദൂതൻ അവിടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. മൂലപാപത്തിൽ നിന്നുമുള്ള മോചനം, ജന്മപാപത്തിൽ നിന്നുള്ള മോചനം, പ്രസാദവരത്തിൻ്റെ പൂർണ്ണത, മറ്റാരിലും നമുക്കിത് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഉന്നതമായ വണക്കത്തിന് പരിശുദ്ധ അമ്മ, നമ്മളുടെ അമ്മ അർഹയാണ് എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും സുരക്ഷിത ബോധവും നൽകുന്നതാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. രണ്ടാമത്, മറിയത്തിനു മാത്രമാണ് ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള വരം ലഭിച്ചത്. ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള, ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള സ്വർഗീയ നിയോഗം സ്വീകരിക്കാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന് മനുഷ്യത്വം നൽകാനുള്ള അർഹത ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്കാണ്. അതിന് പരിശുദ്ധ അമ്മ ധാരാളം വില നൽകിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിനു സമ്പൂർണമായി സമർപ്പിച്ചിട്ടുള്ള വേറൊരു സൃഷ്ടിയെ, ഒരു മനുഷ്യ വ്യക്തിയെ നമുക്ക് കാണാനില്ല, ചരിത്രത്തിൽ കാണാനില്ല. സമ്പൂർണമായ സമർപ്പണം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഉന്നതമായ ആദരവ്, വണക്കം പരിശുദ്ധ അമ്മ അർഹിക്കുന്നു എന്നുള്ളതിന് മൂന്നാമത്തെ തെളിവായി നമുക്കിത് പറയാൻ സാധിക്കും. നാലാമതായി, എല്ലാ ക്രൈസ്തവ പുണ്യങ്ങളുടെയും നിറവ്, എല്ലാ ക്രൈസ്തവ പുണ്യങ്ങൾക്കുമുള്ള മാതൃക പരിശുദ്ധ അമ്മയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അനുസരണം, എളിമ, സമ്പൂർണമായ വിശ്വാസം, പ്രത്യാശ, സഹനശക്തി. എന്താണ് ഈ ക്രൈസ്തവ പുണ്യങ്ങളുടെ സമ്പൂർണത? പരിശുദ്ധ അമ്മയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പുണ്യപൂർണതയുടെ പാഠങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കി പഠിക്കാൻ മക്കൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അഞ്ചാമതായി നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സഹനത്തിൽ പരിശുദ്ധ അമ്മ ഭാഗവാക്കായി. ഇതുപോലെ ഭാഗവാക്കായിട്ടുള്ള വേറൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. പുത്രനോടൊത്ത് പീഡ സഹിച്ചു. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പീഡാനുഭവങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഭാഗഭാഗിത്വമുണ്ട്. അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമില്ല. നിർണായകമായ മുഹൂർത്തങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പരിശുദ്ധ അമ്മ സഹിച്ചത് യേശുക്രിസ്തു സഹിച്ച അതേ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതാണ് പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കാൻ പരിശുദ്ധ അമ്മ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ടെന്താണ് പരിശുദ്ധ അമ്മ മറുവിലയായി
നമുക്കൊക്കെ വേണ്ടി തൻ്റെ മകനെ പൂർണ്ണമായും വിട്ടുകൊടുത്തു. പ്രത്യാശയോടെ വിട്ടുകൊടുത്തു. സഹനത്തിൻ്റെ അസമ്പൂർണതയിൽ വിട്ടുകൊടുത്തു. ദൈവം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റാരും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അതാണ് പരിശുദ്ധ അമ്മയോട് മനുഷ്യകുലം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നതിന് കാരണവും. മരിയഭക്തി നിത്യരക്ഷയിലേക്കുള്ള ക്രിസ്തീയ യാത്രയുടെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ ആത്മീയതയെ ബലപ്പെടുത്താൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്ഷകനായ യേശുവേ, അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകി. ഈ അമ്മയെ അറിയുവാൻ, ഈ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ദൈവരാജ്യ ശുശ്രൂഷയിൽ അമ്മയെ മുൻനിർത്തി പങ്കാളികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധ അമ്മ ദർശനമരുളിയ പിയറിന ഗല്ലി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഒരു റോസപ്പൂവിൻ്റെ സുഗന്ധം പോലെ പരിശുദ്ധ അമ്മയിൽ നിന്ന് യേശു അത്ഭുതകരമായി പുറപ്പെട്ടു. പൗരസ്ത്യ വിശ്വാസികൾ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്: അക്കാത്തിസ്തോസ് പെരക്ലീറ്റസ്, ദിവ്യരഹസ്യങ്ങളുടെ റോസാപുഷ്പമേ എന്ന്. ദിവ്യരഹസ്യങ്ങളുടെ ഈ റോസാപുഷ്പത്തോട് നമുക്കും പാടി പ്രാർത്ഥിക്കാം: ഞങ്ങളിലേക്കും സുഗന്ധം പകരണമേ എന്ന് ഹൃദയപൂർവ്വം ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വർഗീയ സുഗന്ധമായി കടന്നു വന്ന് ബലവും പ്രകാശവും ഞങ്ങൾക്ക് നൽകണമേ.
പരിശുദ്ധ അമ്മേ, പിതാവായ ദൈവത്തിൻ്റെ മക്കളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെതുമായി ഈ ഭൂമിയിൽ പരിലസിക്കാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസത്താൽ നിറഞ്ഞ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ നിർമ്മലരായി കാത്തുകൊള്ളണമേ. ചേർന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ നിർമ്മലരായി കാത്തുകൊള്ളണമേ.